ഹായ് ലേണേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ ഫൈനൽ അക്കൗണ്ട്സ് എന്തൊക്കെ വരും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് എലമെന്റ്സ്. എന്തൊക്കെ എലമെന്റ്സ് ആണ് നമ്മളുടെ ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ ഫൈനൽ അക്കൗണ്ട്സിനകത്ത് വരുന്ന കുറച്ച് എലമെന്റ്സിനെ പറ്റിയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ after all the transactions regarding the business are recorded in a journal, it is then transferred to a ledger. അപ്പൊ നമുക്കറിയാം ഏതൊരു ട്രാൻസാക്ഷനും ഏറ്റവും ബേസിക് ആയിട്ട് ഫസ്റ്റ് നമ്മൾ എവിടെയാണ് എഴുതുന്നത്? ജേണലിനകത്താണ് അല്ലെ? ഏതൊരു ട്രാൻസാക്ഷനും നമ്മൾ ആദ്യം ജേണലിൽ എഴുതും. ദെൻ ജേണലിൽ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Then at the year end, the ledger balances are transferred to the trial balance. അങ്ങനെ ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഒരു ഇയർ എൻഡ് ആകുമ്പോ ലെഡ്ജറിലുള്ള എല്ലാ ലെഡ്ജർ ബാലൻസുകളും നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? നമ്മളുടെ ട്രയൽ ബാലൻസിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി സ്റ്റെപ്പ് ബിഫോർ ബിൽഡിംഗ് ദി ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ ബിസിനസിലെ ട്രാൻസാക്ഷൻസ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ജേണലിൽ എഴുതും. ദെൻ ജേണലിൽ നിന്ന് അത് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം ലെഡ്ജർ ബാലൻസുകളെല്ലാം ഇയർ എൻഡ് ആകുമ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എഴുതും. ദെൻ ഈ ട്രയൽ ബാലൻസിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ the profit of the enterprise is obtained through the preparation of income statement. അപ്പൊ നമ്മളുടെ ഫൈനൽ അക്കൗണ്ട്സിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റും മറ്റൊന്ന് പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. അപ്പോൾ ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ടിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്, ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കൂടി നമുക്ക് ആ ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് അറിയാനായിട്ട് പറ്റും. സോ പ്രോഫിറ്റ് ഓഫ് ദി എന്റർപ്രൈസ് നമുക്ക് ഏതിൽ നിന്ന് മനസ്സിലാക്കാം? നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അറിയാനായിട്ട് പറ്റും. ഇനി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി എന്റർപ്രൈസ്, നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനാണ് നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. നമ്മളുടെ പ്രോഫിറ്റ് അറിയാനാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ദെൻ നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെന്റും തയ്യാറാക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കാം അല്ലെ? ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈസ് സബ്ഡിവൈഡഡ് ഇൻടു ടു പാർട്സ്. ഇൻകം സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം നോൺ മാനുഫാക്ചറിംഗ് ബിസിനസിനെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ് നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റും ലോസും അറിയാനായിട്ടാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ദെൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ടും എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഒന്ന് നോക്കി പോകാം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നിരുന്നാലും ഒന്ന് നോക്കി പോകാം. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് it derives the gross profit of the business. നമ്മളുടെ ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് എവിടെ നിന്ന് കിട്ടും? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടും അല്ലെ? നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് അറിയാനാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. To develop a trading account, the purchase and sale of goods are considered along with direct expense. നമ്മൾ എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത്? പർച്ചേസ് ഓഫ് ഗുഡ്സ് കാണിക്കും, സെയിൽ ഓഫ് ഗുഡ്സ് കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. സോ ദി ഇക്വേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ? നമ്മുടെ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറയ്ക്കുന്നതാണ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ മനസ്സിലേക്ക് ഒന്ന് കണ്ടേ. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കും. ദെൻ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്.
ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും കാണിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും, അതേപോലെ തന്നെ നമ്മളുടെ പെർച്ചേസസ് എഴുതും, ഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതും അല്ലെ. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ സെയിൽസ് എഴുതും, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും, സോറി ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും ഏതിൽ നിന്ന് കിട്ടുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്നത്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടുന്നത്. അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് മനസ്സിലാകും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഇതായിരിക്കും നമുക്ക് മനസ്സിലാകും. സോ നെക്സ്റ്റ് ഒന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. All losses, gains, incomes and expenses are considered to arrive at the net profit of the business. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസസ്, ഇൻകംസ്, ഗെയിൻസ്, ലോസസ് ഇതെല്ലാം നമുക്ക് എവിടെ കാണിക്കാം? നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിനകത്തായിരിക്കും കാണാനായിട്ട് പറ്റും. ഇക്വേഷൻ ഫോർ നെറ്റ് പ്രോഫിറ്റ് എന്താണ്? നെറ്റ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് അതർ ഇൻകം മൈനസ് എക്സ്പെൻസസ്. ഇവിടെ കൂടുതലും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ആയിരിക്കും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് കാണുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു, പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാലൻസ് ഷീറ്റ് ആണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. സോ ഇറ്റ് ഈസ് മെയ്ഡ് ടു ഐഡന്റിഫൈ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ആൻ എന്റർപ്രൈസ്. Capital invested by a sole proprietor is also seen as the liability of the business along with liability towards other creditors, investors, etc. നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ അസറ്റുകളും ലയബിലിറ്റികളുമാണ് കാണിക്കുന്നത് അല്ലെ. അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബിസിനസിന്റെ ആസ്തികളാണ്. ലയബിലിറ്റി മീൻസ് നമ്മളുടെ ബാധ്യതകൾ അല്ലെ. അവിടെ നമ്മൾ ഓണർക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലും നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിക്കും. അതിനോടൊപ്പം ക്രെഡിറ്റേഴ്സ്, അങ്ങനെ മറ്റ് പല ലയബിലിറ്റീസ് ഉണ്ട് അല്ലെ. ക്രെഡിറ്റേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ കൊടുക്കാനുള്ള ലയബിലിറ്റീസും നമ്മൾ ലയബിലിറ്റി സൈഡിലായിരിക്കും കാണിക്കുന്നത്. സോ ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡുകളും, അതായത് അസറ്റും ലയബിലിറ്റിയും നമുക്ക് എപ്പോഴും ടാലി ആക്കണം അല്ലെ. അത് കമ്പൽസറി ആണ്. ആ ഒരു ബാലൻസ് ഷീറ്റ് ടാലി ആയില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് എവിടേക്കോ ചെയ്തത് തെറ്റിപ്പോയിട്ടുണ്ട്, നമ്മുടെ കാൽക്കുലേഷൻസ് ശരിയായില്ല. സോ നമ്മുടെ അസറ്റ്സ് ബാലൻസ് ഷീറ്റിലെ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. പഴയ നമ്മുടെ ബികോം ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ ഈ ഒരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ അവിടെ നമുക്ക് തെറ്റിച്ചു കൊടുക്കും, ഇതിൽ ഏതാണ് കറക്റ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ് പ്ലസ് ക്യാപിറ്റൽ, ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഏതാണ് കറക്റ്റ് ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലെ നമ്മുടെ ബികോം ബേസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി ബികോം അല്ലെങ്കിൽ കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ നമ്മളുടെ ഇക്വേഷൻ, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിന്റെ കൂടെ ലയബിലിറ്റീസും കൂടി കൂട്ടുന്നതിന് തുല്യമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് എപ്പോഴും ടാലി ആകണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും പറഞ്ഞു അല്ലെ. ഇനി പ്രസന്റേഷൻ മെത്തേഡ്സ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് നമുക്ക് രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാം. അവിടെ ഹൊറിസോണ്ടൽ ഫോർമാറ്റും ഉണ്ട്, വെർട്ടിക്കൽ ഫോർമാറ്റും ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഫൈനൽ അക്കൗണ്ടുകളെ കാണിക്കാം. സോ ഹൊറിസോണ്ടൽ ഫോർമാറ്റ് നോക്കിയാൽ this format of financial statement use additional columns, a T-shaped form. Horizontal format ആണ് നമ്മൾ പണ്ട് തൊട്ടേ ചെയ്തു വരുന്നത്. നമ്മുടെ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ഹൊറിസോണ്ടൽ ഫോർമാറ്റിൽ ഒരു T ഷേപ്പിലാണ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഒരു T വരച്ചിട്ട് ആ ഒരു T എന്ന് പറയുമ്പോൾ രണ്ട് സൈഡുകൾ ഓൾറെഡി അവിടെ എന്തായി, ഡിവൈഡഡ് ആയി. ഒരു T നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇങ്ങനെ ഒരു T ഫോർമാറ്റിൽ നമ്മൾ പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന ആ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. Assets are mentioned in the right column while liabilities are shown in the left column. നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ T ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ അസറ്റുകൾ റൈറ്റ് സൈഡിലും ലയബിലിറ്റീസ് ലെഫ്റ്റ് സൈഡിലും, അസറ്റുകൾ റൈറ്റ് ഹാൻഡ് സൈഡിലും ലയബിലിറ്റീസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുമായിരിക്കും കാണിക്കുന്നത്.
Horizontal form include account data for the current year only. Current yearലെ ഡേറ്റാസ് മാത്രമേ horizontal ഫോമാറ്റിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇനി vertical form. രണ്ടാമത് നമുക്ക് ഈ ഒരു ബാലൻസ് ഷീറ്റ് കാണിക്കാം. രണ്ടാമത് vertical ഫോമാറ്റിലും നമുക്ക് വേണമെങ്കിൽ ബാലൻസ് ഷീറ്റിനെ കാണിക്കാം. Here the information is spread from the top to bottom of the sheet. അവിടെ ഒരൊറ്റ ഷീറ്റ് ആണ്. അവിടെ നമ്മൾ രണ്ട് കോളംസ് അല്ലെങ്കിൽ രണ്ട് സെക്ഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. അവിടെ ഒറ്റ സെക്ഷൻ ആണ്. നമ്മൾ നമ്മുടെ കമ്പനി അക്കൗണ്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കമ്പനി അക്കൗണ്ട്സില് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഒരു വെർട്ടിക്കൽ ഫോമാറ്റ് നിങ്ങൾ കാണും. കമ്പനീസിന്റെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ വെർട്ടിക്കൽ ഫോമാറ്റ് ഇക്വിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നൊരു ഹെഡിന്റെ താഴെ ഇക്വിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഹെഡുകൾ നമുക്ക് കാണാം. നോൺ കറന്റ് അസറ്റ്സ്, നോൺ കറന്റ് ലൈബിലിറ്റീസ്, കറന്റ് അസറ്റ്സ്, കറന്റ് ലൈബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പല ഹെഡുകളായിട്ട് ഒരു വെർട്ടിക്കൽ ഫോമാറ്റിൽ ഒറ്റയടിക്കാണ് അവിടെ എഴുതി വരുന്നത്. സോ ഇവിടെയും നമുക്ക് വെർട്ടിക്കൽ ഫോമാറ്റിലും എന്ത് ചെയ്യാം, നമ്മുടെ ബാലൻസ് ഷീറ്റുകളെ തയ്യാറാക്കാം. Here the information is provided in such a manner that the sheet can incorporate the account data of previous year as well. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ഫോർമാറ്റിന്റെ പ്രത്യേകത പ്രീവിയസ് ഇയറിലെ ഇൻഫർമേഷനും പ്രീവിയസ് ഇയറിലെ ഡേറ്റാസും കൂടി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. This provides the strategic advantage of comparing current year's accounts with the previous years. അപ്പോൾ കറന്റ് ഇയറിലെ കാര്യങ്ങളും പ്രീവിയസ് ഇയറിലെ ഡേറ്റാസും തമ്മിൽ കമ്പാരിസൺ എളുപ്പമാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ നോർമലി യൂസ് ചെയ്ത് വരുന്നത് നമ്മളുടെ ഹൊറിസോണ്ടൽ ഫോമാറ്റ് അല്ലെങ്കിൽ ടി ഷേപ്ഡ് ഫോമാറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഓരോ അക്കൗണ്ടുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാം. അപ്പൊ നമ്മളുടെ ഒരു നോൺ മാനുഫാക്ചറിംഗ് കൺസേണിനെ അപേക്ഷിച്ച് അവരുടെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. അതിലെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അവരുടെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി ഈ മൂന്ന് അക്കൗണ്ടുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. സോ in a trading firm like a wholesaler, the main business consists of buying and selling the same goods. In addition to the amount of the opening inventory, the trading account will also be debited with all expenses incurred in bringing the goods to the godown of the firm and making them ready for sale. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു മാനുഫാക്ചറിംഗ് അല്ല, നോൺ മാനുഫാക്ചറിംഗ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹോൾസെയിലറെ ഒക്കെ വേണമെങ്കിൽ ഒരു ട്രേഡിംഗ് ഫേം എന്ന് പറയാം. ഒരു ഹോൾസെയിലറുടെ ജോലി എന്താണ്? കുറെ ഗുഡ്സ് വാങ്ങുന്നു, ദെൻ അത് ആ സെയിം ഗുഡ്സ് റീസെയിൽ ചെയ്യുന്നു, അല്ലെ? മറ്റെവിടുന്നെങ്കിലും വാങ്ങി നമ്മളത് മറ്റു ആളുകൾക്ക് റീസെയിൽ ചെയ്യും. അപ്പോ ഈ ഹോൾസെയിലായി വാങ്ങിയിട്ട് നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കും. അപ്പൊ ഈ തരത്തിൽ ഒരു ഹോൾസെയിലർ അല്ലെങ്കിൽ ഒരു റീറ്റെയിലറിനെ ഒക്കെ അപേക്ഷിച്ച് അവരുടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് അവരെപ്പോഴും ചെയ്യുന്നത് എന്താണ്? കുറെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, അത് തന്നെ വീണ്ടും റീസെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടില് ഡെബിറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ഇൻവെന്ററി, അവരുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ആണ് ഓപ്പണിംഗിൽ ഉള്ളത്. ആ ഒരു ഈ വർഷം തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള സ്റ്റോക്കുകളെ നമ്മൾ ഓപ്പണിംഗ് ഇൻവെന്ററി എന്ന് എഴുതും. അതിന്റെ കൂടെ നമ്മൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾ കാണിക്കും? ഓൾ എക്സ്പെൻസസ്, നമ്മളുടെ ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം കാണിക്കും, അല്ലെ? ഓപ്പണിംഗ് ഇൻവെന്ററി, നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ട്, നമ്മൾ ഈ ഗുഡ്സ് വാങ്ങുന്നത്, അഡീഷണൽ ഇൻവെന്ററി വാങ്ങുന്നത്, പർച്ചേസസ്. ദെൻ നമുക്ക് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ബ്രിങ്ങിങ് ദ ഗുഡ്സ് ടു ദ ഗോഡൌൺ ഓഫ് ദ ഫേം. നമ്മൾ വാങ്ങിയ സാധനം നമ്മുടെ ഗോഡൌണിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസുകൾ ഉണ്ട്. അതേപോലെ തന്നെ മേക്കിംഗ് ദം റെഡി ഫോർ സെയിൽ, ആ ഗുഡ്സിനെ നമുക്ക് വിൽക്കാനുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് സെയിലബിൾ ആക്കി വിൽക്കാനുള്ള രീതിയിലേക്ക് മാറ്റുന്നതിനുള്ള എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. ഇങ്ങനെ വരുന്ന എക്സ്പെൻസുകളെ എല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ദെൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഫ്രൈറ്റ് പെയ്ഡ് ഓൺ പർച്ചേസ്, കാർട്ടേജ്, ഒക്ട്രോയ്, ഇതെല്ലാം നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. It will be debited to the trading account. The rule is that this account will be debited with all expenses incurred in bringing the goods to their present location and condition. നമ്മൾ പറഞ്ഞു ആ ഒരു ഗുഡ്സിനെ നമ്മുടെ വിൽക്കാനുള്ള ലൊക്കേഷനിലേക്ക്, വിൽക്കാനായിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മളുടെ വെയർഹൗസിലേക്ക്, നമ്മൾ മറ്റൊരിടത്തു നിന്ന് നമ്മുടെ വെയർഹൗസിലേക്ക് വാങ്ങിക്കൊണ്ട് വരുന്നു, അതിനെ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. ഇങ്ങനെയുള്ള കംപ്ലീറ്റ് എക്സ്പെൻസുകളും നമ്മൾ എവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ടില്
ഡെബിറ്റ് ചെയ്തിരിക്കണം. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് കാണാം അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് വരും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്, വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഓപ്പണിംഗ് ഇൻവെന്ററി. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന എന്താ? ഓപ്പണിംഗ് ഇൻവെന്ററി അല്ലെ, ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ this was the closing inventory of the last year. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഇൻവെന്ററി ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ഇൻവെന്ററി. അത് നമുക്കറിയാമല്ലോ. ഇനി ഈ വർഷത്തെ ക്ലോസിംഗ് ഇൻവെന്ററി ആണ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വർഷത്തെ ഓപ്പണിംഗ് ഇൻവെന്ററി എവിടെ നിന്ന് എടുക്കും? കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഇൻവെന്ററി എടുത്ത് നമുക്ക് ഈ വർഷത്തെ ഓപ്പണിംഗ് ഇൻവെന്ററി എന്ന് എഴുതാം. Then it must have been entered in the opening inventory account through the opening entry. Therefore, it will be found in the trial balance. This item is usually put as the first item on the debit side of the trading account. Of course, in the first year of a business, there will be no opening inventory. നമുക്കറിയാം, നമ്മുടെ ബിസിനസിന്റെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏറ്റവും ഫസ്റ്റ് ഐറ്റം ആയിട്ട് നമ്മൾ എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇൻവെന്ററി. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ ഈ വർഷത്തെ ഓപ്പണിംഗ് ഇൻവെന്ററി ആയിട്ട് എഴുതും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളുടെ ബിസിനസ് നമ്മൾ ആദ്യമായിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു ഫസ്റ്റ് ഇയർ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഓപ്പണിംഗ് ഇൻവെന്ററി കാണില്ല. കാരണം കഴിഞ്ഞ വർഷം ബിസിനസ് ഇല്ലായിരുന്നല്ലോ. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് അല്ലേ ഈ വർഷത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വർഷമാണെങ്കിൽ ആ വർഷം അവർക്ക് ഓപ്പണിംഗ് ഇൻവെന്ററി ഉണ്ടാകത്തില്ല. നേരിട്ട് അവർ പെർച്ചേസസ് എന്നായിരിക്കും എഴുതുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ ആണ് നെക്സ്റ്റ് ഐറ്റം, പെർച്ചേസസ് ലെസ് റിട്ടേൺസ്. അപ്പൊ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അടുത്ത ഐറ്റം ആണ്, ഡെബിറ്റ് ചെയ്യുന്ന അടുത്ത ഐറ്റം ആണ് പെർച്ചേസസ് ലെസ് റിട്ടേൺസ്. Goods which have been bought for resale appears as purchases on the debit side of the trading account. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ഇൻവെന്ററി എഴുതി, അടുത്തത് പർച്ചേസ്. ഇതൊന്നും നിങ്ങൾക്ക് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും വേഗത്തിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പോ പർച്ചേസുകൾ, പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനെ മാത്രമേ പർച്ചേസ് എന്ന് പറയൂ അല്ലെ. റീസെയിലിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റി എന്താണോ ആ സാധനം വാങ്ങിയാൽ മാത്രമേ അത് പർച്ചേസ് ആകുന്നുള്ളൂ. പർച്ചേസ് എഴുതുമ്പോൾ എപ്പോഴും പർച്ചേസസ് എഴുതി, പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റിയിട്ട് നെറ്റ് പർച്ചേസ് ആയിരിക്കണം നമ്മൾ നമ്മളുടെ ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടത്. അപ്പൊ ഇന്നർ കോളത്തിൽ നമ്മൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കണം. പർച്ചേസസ് ലെസ് റിട്ടേൺസ്, റിട്ടേൺസ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രമേ ഔട്ടർ കോളത്തിലേക്ക് എഴുതാൻ പാടുള്ളൂ. സോ they include both cash and credit purchase. ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും എല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. ക്യാഷ് ആണെങ്കിൽ മാത്രമേ കാണിക്കൂ എന്നില്ല. ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് അവിടെ അത് നമ്മൾ നോക്കുന്നില്ല. ക്യാഷ് ആണെങ്കിലും ക്രെഡിറ്റ് ആണെങ്കിലും അത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഗുഡ്സ് which are returned to suppliers are termed as purchase returns. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിൽക്കാനായിട്ട് കുറച്ച് സാധനം വാങ്ങി, ഈ വാങ്ങിയ സാധനം എന്താണ്, കൊള്ളില്ല, എന്തെങ്കിലും അതിന് ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് സപ്ലയർക്ക് തന്നെ കൊടുക്കും. അതാണ് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയും. അത് തിരിഞ്ഞു പോകരുത്. പർച്ചേസ് റിട്ടേണിനെ തന്നെയാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത്. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്ന റിട്ടേൺ ആണ്. അതെന്തായാലും ഔട്ട്വേർഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ അല്ലേ. നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്, ആ ഒരു ബിസിനസ് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ അത് പർച്ചേസ് റിട്ടേൺ ആയിരിക്കും. നമ്മൾ വാങ്ങിയ സാധനമല്ലേ നമ്മൾ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത്. സോ ബിസിനസ് വാങ്ങിച്ച സാധനങ്ങൾ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു, അതാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറയാം. സോ എപ്പോഴും നമ്മൾ പർച്ചേസ് എഴുതുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് എഴുതുമ്പോൾ പർച്ചേസസ് ലെസ് റിട്ടേൺസ് എന്ന രീതിയിൽ വേണം നമ്മൾ കാണിക്കാൻ. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. പർച്ചേസ് 30,000 ആണെങ്കിൽ 3 lakh ആണെങ്കിൽ റിട്ടേൺസ് 10,000 ഉണ്ട്. സോ പർച്ചേസ് എഴുതി ലെസ് റിട്ടേൺസ് 10,000 കുറച്ച് 2,90,000 ആണ് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ആണ് ക്യാരിയേജ് ഓഫ് ഫ്രൈറ്റ് ഇൻവേർഡ്സ്. ക്യാരിയേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസുകളാണ്. എങ്ങനെയുള്ള എക്സ്പെൻസുകളാണ്? incurred to bring the materials to the firm's godown and make them available to use. നമ്മളുടെ സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഗോഡൌണിലേക്ക് എത്തിക്കാനൊക്കെ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസുകളാണ് ക്യാരിയേജും ക്യാരിയേജ് ഇൻവേർഡ്സ്, ഫ്രൈറ്റ് ഇൻവേർഡ്സ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇൻവേർഡ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, നമ്മളുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. അതായത്
നമ്മുടെ മെറ്റീരിയൽസിനെ നമ്മുടെ ഗോഡൌണിലേക്ക് എത്തിക്കാനുണ്ടാകുന്ന എക്സ്പെൻസുകളാണ്. സോ ക്യാരേജ് ഇൻവാർഡ്സ്, ഫ്രൈറ്റ് ഇൻവാർഡ്സ് ഒക്കെ പറഞ്ഞാൽ നമ്മളത് എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം ആണ്. However, if any freight or cartage is paid on any asset like machinery, it should be added to the cost of the asset. പക്ഷേ ഈ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ്, നമ്മൾ പറഞ്ഞു ഈ ക്യാരേജ് ഇൻവേർഡും ഫ്രൈറ്റ് ഇൻവേർഡും ഒക്കെ നമ്മുടെ ഗുഡ്സിനെ ഗോഡൌണിലേക്ക് എത്തിക്കാൻ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുള്ളൂ. ഇനി ഒരു മെഷീനറി വാങ്ങി, ആ മെഷീനറി വാങ്ങിയപ്പോൾ നമുക്ക് മെഷീനറി നമ്മുടെ ഗോഡൌണിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എക്സ്പെൻസ് ഉണ്ടായി. മെഷീനറി ഗോഡൌണിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ ക്യാരേജോ ഫ്രൈറ്റോ ഒക്കെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അത് ആ മെഷീനറിയുടെ വാല്യൂവിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിലായിരിക്കും കാണിക്കുന്നത്. അതായത് ആ മെഷീനറിയുടെ കൂടെ ആയിരിക്കും നമ്മൾ കോസ്റ്റിന്റെ കൂടെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്, അല്ലാതെ അത് നമ്മൾ ഇവിടെ കാണിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഗുഡ്സും മെറ്റീരിയൽസും ഒക്കെ നമ്മുടെ ഗോഡൌണിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഈ പറഞ്ഞിരിക്കുന്ന ക്യാരേജും കാർട്ടേജും ഫ്രൈറ്റും ഒക്കെ നമ്മൾ ഇവിടെ കാണിക്കും, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. നെക്സ്റ്റ് ആണ് വേജസ്. Wages refers to the remuneration paid to workers who are directly engaged in working for loading, unloading and production of goods and are debited to trading account. Wage എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് എപ്പോഴും നമ്മൾ വേജസ് കൊടുക്കുന്നത് ആർക്കാ? ഡയറക്റ്റ് ആയിട്ട്, അതായത് നമ്മളുടെ ബിസിനസിന്റെ നേരിട്ടുള്ള ജോലികൾ. ഇപ്പോ നമുക്കറിയാം ലോഡിംഗ്, അൺലോഡിംഗ്, പ്രൊഡക്ഷനുമായിട്ടൊക്കെ ഡയറക്റ്റ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് വേജസ് കൊടുക്കുന്നത്. പക്ഷെ സാലറി എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസിൽ വരില്ല, അതായത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരില്ല. സാലറി ഒക്കെ നമ്മുടെ സാലറി എന്ന് പറയുന്ന ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും വരുന്നത്. എന്തുകൊണ്ടാണ്? സാലറി നമ്മൾ കൊടുക്കുന്നത് നേരിട്ട്, അതായത് പ്രൊഡക്ഷനുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ജോലി അല്ലല്ലോ അവര് ചെയ്യുന്നത്, അവരെപ്പോഴും ഓഫീസ് വർക്കുകളായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കുന്നത് ഒന്നും നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസിൽ കാണിക്കില്ല. അപ്പോ വേജസ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ നമ്മൾ വേജസ് എപ്പോഴും നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത ഐറ്റം ആണ്. ദെൻ ഫ്യൂവൽ, വാട്ടർ, പവർ, ഗ്യാസ്. ഫ്യൂവൽ, വാട്ടർ, പവർ, ഗ്യാസ് ഇതെല്ലാം നമ്മളുടെ ഡയറക്റ്റ് എക്സ്പെൻസുകളല്ലേ, നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് നേരിട്ടുള്ള എക്സ്പെൻസുകളല്ലേ, used in the production process and are part of the expenses. Direct expense ന്റെ പാർട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. Then packing material and packing charges. Cost of packing material used in the product are direct expense as it refers to small containers which form part of goods sold. പാക്കിംഗ് മെറ്റീരിയൽസും പാക്കിംഗ് ചാർജസും ഒക്കെ നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇതെല്ലാം നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. അവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, it refers to small containers which form part of goods sold. നമ്മൾ ഗുഡ്സ് വിൽക്കുന്ന ചെറിയ കണ്ടെയ്നേഴ്സ് അതെല്ലാം നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽസ് ആണ്. നേരിട്ട് നമ്മൾ ആ ഗുഡ്സ് എടുത്ത് വെക്കുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലേ, അതെല്ലാം നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസിൽ വരും. പക്ഷേ the packing refers to big containers that are used for transporting the goods and is regarded as an indirect expense. ഈ ഗുഡ്സ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഇപ്പൊ നമുക്ക് മറ്റൊരാൾക്ക് എത്തിക്കണം, അപ്പൊ നമ്മൾ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഈ ഫൈനൽ പ്രൊഡക്റ്റ് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും വലിയ കണ്ടെയ്നേഴ്സിലാക്കാറുണ്ട്. അങ്ങനെയുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് ഒന്നും ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പറയുന്നത് നമ്മളുടെ ഗുഡ്സ് നേരിട്ട് അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ ഒരു പാർട്ടായിട്ട് വരുന്ന പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ. ഇപ്പോ നമ്മളൊരു പേസ്റ്റ് ആണെങ്കിൽ അതൊരു ട്യൂബിനകത്തായിരിക്കും വരുന്നത്. ആ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇനി ഈ പേസ്റ്റുകൾ എല്ലാം കൂടി നമ്മളൊരു 10-20 ബോക്സ് പേസ്റ്റുകൾ ഒരു വലിയ കണ്ടെയ്നറിലാക്കി, എന്തിനാ? നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മറ്റൊരാളുടെ കടയിലേക്ക് കൊടുക്കാൻ, അങ്ങനെ നമ്മൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബിഗ് കണ്ടെയ്നേഴ്സ് ഒന്നും നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരില്ല. അതെല്ലാം P&L അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് സെയിൽസ് ലെസ് റിട്ടേൺസ്. ഇനി നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണ്. The sales account will have a credit balance indicating the total sales made during the year. അപ്പോൾ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റം ആണ് സെയിൽസ്.
സെയിൽസ് റിട്ടേൺ, അതായത് നമ്മൾക്ക് ഇനി സെയിൽസും റിട്ടേൺ വരാം, സെയിൽസിനും റിട്ടേൺ വരാം. അത് നമ്മളുടെ റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയും. സെയിൽസ് റിട്ടേണിനെ റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയും. ഇങ്ങോട്ട് കിട്ടുന്ന റിട്ടേൺ ആണ്. ഇങ്ങോട്ട് കിട്ടുന്ന റിട്ടേൺ എപ്പോഴും നമ്മൾ വിറ്റ സാധനങ്ങളല്ലേ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. സോ അതാണ് നമ്മുടെ സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേർഡ്. അപ്പൊ സെയിൽസ് എപ്പോഴും കാണിക്കുന്നതും നെറ്റ് സെയിൽസ് വേണം നമുക്ക് ഔട്ടർ കോളത്തിൽ കാണിക്കാൻ. അപ്പൊ നമ്മൾ ഇന്നർ കോളത്തിൽ സെയിൽസ് എഴുതും, ലെസ് റിട്ടേൺസ്, ദെൻ ആ റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിക്കുന്നത്. Then closing inventory. Closing inventory നമ്മൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റം ആണ് closing inventory. So usually there is no account to show the value of goods lying in the godown at the end of the year. However, to correctly ascertain the gross profit, closing inventories must be properly taken at value. നമ്മൾ ക്ലോസിംഗ് ഇൻവെന്ററി എപ്പോഴും കൃത്യമായിട്ട് നമ്മൾ കാണിക്കാറുണ്ട്. നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മളുടെ ഈ വർഷം ഇനി നമ്മുടെ കയ്യിൽ എത്ര ഇൻവെന്ററി ഇരിപ്പുണ്ട്, നമ്മൾ വിൽക്കാതെ എത്ര സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ക്ലോസിംഗ് ഇൻവെന്ററി. അത് കൃത്യമായിട്ട് നമ്മൾ വാല്യൂ ചെയ്യണം. ഇൻവെന്ററിയെ കൃത്യമായിട്ട് വാല്യൂ ചെയ്യണം. അഡീഷണൽ ആയിട്ട് നമ്മൾ ചില ഇൻവെന്ററിയെ പറ്റിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിനെ പറ്റിയിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ കൃത്യമായിട്ട് ക്ലോസിംഗ് ഇൻവെന്ററിയെ വാല്യൂ ചെയ്തിരിക്കണം. ദെൻ വാല്യൂ ചെയ്തിട്ട് വേണം നമ്മൾ ക്ലോസിംഗ് ഇൻവെന്ററി എഴുതാൻ. ഈ ഒരു തരത്തിൽ ക്ലോസിംഗ് ഇൻവെന്ററിയും സെയിൽസും ആയിരിക്കും നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ABC ട്രേഡേഴ്സ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2011. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ഇൻവെന്ററി കാണും, പർച്ചേസസ്, ക്യാരിയേജ് ഇൻവാർഡ്സ്, വേജസ്, സെയിൽസ്, റിട്ടേൺ ഇൻവാർഡ്സ്, റിട്ടേൺ ഔട്ട്വാർഡ്, ക്ലോസിംഗ് ഇൻവെന്ററി. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2011 ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിലാണ് നമ്മുടെ ഓപ്പണിംഗ് ഇൻവെന്ററി നമ്മൾ എഴുതി. പർച്ചേസസ് ഇന്നർ കോളത്തിൽ എഴുതണം, കാരണം റിട്ടേൺ ഉണ്ട്. പർച്ചേസിന് എപ്പോഴും റിട്ടേൺ ഔട്ട്വേർഡ്സ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ലെസ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. ദെൻ ക്യാരിയേജ് ഇൻവാർഡ്സ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് ഇതും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സെയിൽസ് എഴുതണം. റിട്ടേൺ ഇൻവാർഡ്, സെയിൽസിനും റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. എപ്പോഴും നെറ്റ് സെയിലും നെറ്റ് പർച്ചേസുമാണ് നമുക്ക് വേണ്ടത്. ദെൻ ക്ലോസിംഗ് ഇൻവെന്ററിയും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ക്ലോസിംഗ് ഇൻവെന്ററി എഴുതി കഴിഞ്ഞാൽ കൂടുതലുള്ള സൈഡിനെ നമ്മൾ കൂട്ടി എഴുതണം. കൂടുതലുള്ള സൈഡ് ബാലൻസിങ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കൂടുതലുള്ള സൈഡ് നമ്മൾ എപ്പോഴും കൂട്ടണം. ഇവിടെ കൂടുതലുള്ള സൈഡ് ക്രെഡിറ്റ് സൈഡ് ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് കൂട്ടി നമ്മൾ രണ്ടിടത്തും എഴുതി. ദെൻ ഈ ഒരു ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഇത്രയും കാര്യമാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ഇനി ഇതിൽ അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം ബേസ് പഠിച്ചു പോകാം. ഇനി നെക്സ്റ്റ് അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Profit and loss account starts with gross profit on the credit side. Profit and loss account start ചെയ്യുന്നത് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസിലായിരിക്കും. ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടോ. ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ ഇപ്പത്തോട്ട് മാറ്റി എഴുതും അല്ലെ, ബൈ ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഒരു എമൗണ്ട് തന്നെ നമ്മൾ എഴുതിയിരിക്കും. ഇനി ഗ്രോസ് ലോസ് ആണെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസിലാണ് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ if there is gross loss, it will be written on the debit side. After that, all the expenses and losses which have not been entered in the trading account will be written on the debit side of profit and loss account. Appo ini gross profit അല്ലെങ്കിൽ gross loss എഴുതി നമ്മുടെ P&L account സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാത്ത എല്ലാ എക്സ്പെൻസുകളും എല്ലാ ലോസുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ P&L അക്കൗണ്ടിൽ, അതായത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാത്ത എല്ലാ ലോസുകളും എല്ലാ എക്സ്പെൻസുകളും P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. Then income and gain other than sales will be written on the credit side. നമ്മളുടെ സെയിൽസ് അല്ലാതെ നമുക്ക് കിട്ടുന്ന ഇൻകംസും ഗെയിൻസും എല്ലാം നമ്മൾ എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിലും എഴുതും. Then only those revenue expenses and losses
which are related to the current year are debited to P&L account. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ P&L അക്കൗണ്ടിനകത്ത് റവന്യൂ എക്സ്പെൻസുകളും റവന്യൂ ലോസുകളും മാത്രമേ വരുന്നുള്ളൂ. റവന്യൂ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. റവന്യൂ എക്സ്പെൻസും റവന്യൂ ഇൻകവും മാത്രമേ നമ്മൾ എവിടെ കാണിക്കുന്നുള്ളൂ? P&L അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. അതേപോലെ തന്നെ റിലേറ്റഡ് ടു ദി കറന്റ് ഇയർ, നമ്മുടെ കറന്റ് ഇയറിൽ വരുന്ന ഈ വർഷം നമുക്ക് ഉണ്ടായ എക്സ്പെൻസുകളും ഇൻകംസും, ഈ വർഷം ഉണ്ടായ റവന്യൂ എക്സ്പെൻസുകളും റവന്യൂ ഇൻകംസും മാത്രമേ നമ്മൾ എവിടെ കാണിക്കുന്നുള്ളൂ? നമ്മുടെ P&L അക്കൗണ്ടിൽ കാണിക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ P&L